പർവേസ് സിംഗ് ജിയെയും കപിൽ മിശ്രജിയെയും വധിക്കാൻ കാപ്പനും PFI സംഘവും നിയോഗിച്ച ഫിറോസ് ഖാന്റെയും അൻഷാദ് ബദറുദ്ദീന്റെയും ചിത്രങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കായി കാണിക്കാം. ഇത് പഴയൊരു പോസ്റ്ററാണ്. ഓൾ ഇന്ത്യ ഇമാംസ് കൗൺസിൽ ഇറക്കിയതാണ് ഈ പോസ്റ്റർ. ചിത്രത്തിൽ ഏറ്റവും മുകളിൽ പ്രേക്ഷകർ കാണുന്നത് സിദ്ദിഖ് കാപ്പൻ, തൊട്ടു താഴെ റൌഫ് ഷെരീഫ്, അതിനും താഴെ കാണുന്നവരാണ് ഫിറോസ് ഖാനും അൻഷാദ് ബദറുദ്ദീനും. ഇമാംസ് കൗൺസിലിന് കാപ്പനും കൂട്ടരും അടങ്ങുന്ന ഈ രാജ്യദ്രോഹികൾ പാവപ്പെട്ട നിഷ്കളങ്കരാണത്രേ. വടകര സ്വദേശിയായ ഫിറോസ് ഖാൻ, പന്തളം സ്വദേശിയായ അൻഷാദ് ബദറുദ്ദീൻ ഇവരുടെ പടങ്ങൾ ഒരു മലയാള മാധ്യമങ്ങളും കാണിച്ചിട്ടില്ല. ഇനിയും ഇമാംസ് കൗൺസിൽ എന്താണ് എന്ന് മനസ്സിലാകാതെ അവരുടെ സൽക്കാരങ്ങളിൽ മുൻപന്മാരാകാൻ മത്സരിച്ച് ചാടുന്ന കുറെ നേതാക്കളുണ്ട് കേരളത്തിൽ. അവരാണ് കേരളത്തിന്റെ ശാപം. ഡോക്ടർ ഭാർഗവറാം പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇവരെ നിഷ്കളങ്കർ എന്ന് വാഴ്ത്തിപ്പാടുന്ന പഴയൊരു പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത്. ബഹുജന സമരമാണ് കൗൺസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രാർത്ഥിക്കണമെന്ന ആവശ്യവുമുണ്ട്. പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ. സ്നേഹിക്കുന്നവർ വിഷമിക്കുകയും ജയിലിലാകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒപ്പമുള്ളവർക്കും സഹകാരികൾക്കും നാഥനോടും ദൈവത്തോടും പ്രാർത്ഥിക്കാം. ഒരു തെറ്റുമില്ല, അല്ലേ? ഇനി ഇവരുടെ നിഷ്കളങ്കമായ ആ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ഉത്തർപ്രദേശിൽ സ്ഫോടക വസ്തുക്കളുമായി പോലീസ് പിടികൂടിയ ചേരിക്കൽ നസീമ മൻസിലിൽ അൻഷാദ് ബദറുദ്ദീൻ ബുദ്ധിമാനായ ക്രിമിനലാണ് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയത്. അൻഷാദിനെയും സുഹൃത്ത് കോഴിക്കോട് സ്വദേശി ഫിറോസ് ഖാനെയും വസന്ത പഞ്ചമി ആഘോഷങ്ങൾക്കിടെ സ്ഫോടനത്തിന് പദ്ധതിയിടാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചാണ് ഗുഡംബ മേഖലയിൽ നിന്ന് UP സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പിടികൂടിയത്. ലക്നൌവിൽ സ്ഫോടക വസ്തുക്കളുമായി UP പോലീസിന്റെ പിടിയിലായ ചേരിക്കൽ നസീമ മൻസിലിൽ അൻഷാദ് ബദറുദ്ദീൻ ബുദ്ധിമാനായ ക്രിമിനലാണ് എന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തുകയായിരുന്നു. ആയോധനകലയുടെ മർമ്മം അറിയാവുന്നവൻ, ഏത് അടിപിടിക്ക് പിന്നിലുമുള്ള ബുദ്ധി കേന്ദ്രം, പോപ്പുലർ ഫ്രണ്ടിന്റെ വിദഗ്ധ പരിശീലനമൊക്കെ സിദ്ധിച്ച ആളാണ് അൻഷാദ്. വിവിധ സംസ്ഥാനങ്ങളിൽ രഹസ്യമായി നടന്ന ക്യാമ്പുകളിലാണ് ഇയാൾ സംബന്ധിച്ചത് എന്നും IB റിപ്പോർട്ട് ചെയ്തിരുന്നു. അൻഷാദ് ആശാരിപ്പണി ചെയ്തത് ഒരു മറയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം. പിതാവിനും മൂത്ത സഹോദരന്മാർക്കുമൊപ്പം ഗൾഫിലായിരുന്നു കുറേ കാലം ജോലി ചെയ്തത്. അവരൊക്കെ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തി. അൻഷാദ് ആശാരിപ്പണിയും മത്സ്യ വ്യാപാരവും ഒക്കെയായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടെ മാർഷൽ ആർട്സും അഭ്യസിച്ചു. സഹോദരന്മാർക്കൊപ്പം SDPI പ്രവർത്തനം തുടങ്ങിയതാണ് അൻഷാദ്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും സജീവ പ്രവർത്തകനായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഡൽഹി ഓഫീസിലെ സബ് ഓർഗനൈസർ ആണ് ഇയാൾ എന്നാണ് പറയപ്പെട്ടിരുന്നത്. SDPI ശാക്തീകരണ വിഭാഗം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു എന്ന വിവരവും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരുന്നു. ഇയാൾ മലപ്പുറത്ത് നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളൊക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇയാളുടെ പ്രവർത്തനം. അതിനാൽ തന്നെ പന്തളത്തുകാർക്ക് ഇയാളെപ്പറ്റി വലിയ പിടിയില്ല. ഈ അനുകൂല സാഹചര്യം മുതലെടുത്താണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും ഉണ്ടാക്കുന്ന സംഘടനകളിലും അക്രമങ്ങളിലും പ്രതിയാകാതെ ഇയാൾ രക്ഷപ്പെട്ടിരുന്നത്. രണ്ടാമൻ ഫിറോസ് വടകരയിലെ റെന്റ് കാർ ബിസിനസ്സുകാരനാണ്. പാർട്ടി ഏൽപ്പിച്ചത് പ്രകാരമാണ് പത്തനംതിട്ടയിലുള്ള അൻഷാദിനൊപ്പം ഫിറോസ് ബീഹാറിലേക്ക് പോയത് എന്നാണ് പോലീസ് പറയുന്നത്. ബംഗാളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴാണ് കാണാതായത്. 10ാം ക്ലാസ് വരെ പഠിച്ച ഫിറോസ് ഹിന്ദി അനായാസം കൈകാര്യം ചെയ്യുമെന്ന് അന്വേഷണത്തിൽ വ്യക്തമാണ്. ഇയാളെ പല കാര്യങ്ങൾക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പോപ്പുലർ ഫ്രണ്ട് അയക്കാറുണ്ട് എങ്കിലും സംഘടനയിൽ ഔദ്യോഗിക സ്ഥാനമൊന്നുമില്ല. സിദ്ദിഖ് കാപ്പനെ കുറിച്ച് കൂട്ടുപ്രതികൾ നൽകിയ മൊഴി പോപ്പുലർ ഫ്രണ്ട് ബുദ്ധിജീവിയെന്നും ആശയപ്രചാരകനും എന്നൊക്കെയാണ്. ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾക്ക് വരെ കാപ്പൻ താത്വിക ക്ലാസുകൾ എടുത്തിരുന്നു. തീവ്രവാദത്തിന്റെ കാര്യത്തിൽ കാപ്പൻ കൂട്ടുപ്രതികളെക്കാൾ ഒരു ഗ്രേഡ് മുകളിലായിരുന്നു എന്നർത്ഥം. പക്ഷേ ഇടത് ജിഹാദി ഇക്കോ സിസ്റ്റത്തിന്റെ ഭാഗമായ മലയാള മാധ്യമങ്ങളും KUWJയും വസ്തുതകൾ മറച്ചുവെച്ച് കാപ്പന് വേണ്ടി എഴുതിക്കൂട്ടിയത് എത്ര വിലാപകാവ്യങ്ങളാണ്. ചാനൽ അവതാരകർക്ക് കാപ്പൻ ഒരു വിശുദ്ധ പശുവായി. മലപ്പുറം വോട്ട് ബാങ്കിൽ കണ്ണുള്ള രാഷ്ട്രീയ നേതാക്കൾ കാപ്പനൊപ്പം എന്ന് ധ്വനിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കിയിട്ടില്ല. കേരളത്തിൽ ഇടതു വലതു മുന്നണി നേതാക്കൾക്ക് കാപ്പൻ മഹാനായ മാധ്യമ പ്രവർത്തകനായി. പക്ഷെ കാപ്പന്റെ മൊഴി അനുസരിച്ച് പ്രതി ചേർക്കപ്പെട്ട 4 മലയാളികൾ, അവർക്ക് വേണ്ടി കമാന്ന് മിണ്ടാൻ മാധ്യമങ്ങളും ഉണ്ടായില്ല, രാഷ്ട്രീയ നേതാക്കളും ഉണ്ടായിരുന്നില്ല. തേജസ് മുഖ്യപത്രാധിപർ P. കോയ ഉൾപ്പെടെയുള്ള പോപ്പുലർ ഫ്രണ്ടുകാരെ NIA തൂക്കിപ്പറക്കിയിട്ട് കൊണ്ടുപോയി ജയിലാക്കിയപ്പോൾ ഇരവാദം ഉയർത്താനുള്ള ധൈര്യം മലയാള മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായില്ല. NIA പേടി ഒരു പരിധിവരെ നല്ലതിനാണ്. പോപ്പുലർ ഫ്രണ്ട് കമാൻഡർ KP കമാലിനെതിരായ തെളിവുകൾ UP പോലീസ് ശേഖരിച്ചത് 2 വ്യക്തികളുടെ മൊഴികളിൽ നിന്നാണ്. ക്യാമ്പസ് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി റൌഫ് ഷെരീഫിന്റെയും ഹിറ്റ് സ്ക്വാഡ് പരിശീലകൻ ബദറുദ്ദീന്റെയും മൊഴികളാണ് നിർണായകമായത്. ഒപ്പം കമാലിന് സിദ്ദിഖ് കാപ്പൻ അയച്ച ഒരു ശബ്ദ സന്ദേശം, അതും തെളിവായി. റൌഫ് ഷെരീഫ് പറഞ്ഞത് ഹത്രാസ് ദൗത്യത്തിന് സിദ്ദിഖ് കാപ്പൻ 20,000 രൂപ കമാൽ നൽകി എന്നാണ്. കാപ്പന്റെ മൊബൈലിൽ നിന്ന് കമാലിന് അയച്ച കോഡുകൾ നിറഞ്ഞ ശബ്ദ സന്ദേശം സിദ്ദിഖ് കാപ്പൻ ഹിറ്റ് സ്ക്വാഡിന് നൽകിയത് 25 ഹിന്ദു നേതാക്കളുടെ ഹിറ്റ് ലിസ്റ്റ് ആയിരുന്നു. രാജ്യത്ത് ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാൻ നീക്കം നടത്തിയ വലിയ ഗൂഢാലോചനാ യോഗം നടന്നത് മലപ്പുറത്ത്.
മഞ്ചേരിയിലെ പോപ്പുലർ ഫ്രണ്ട് ക്യാമ്പിൽ നിർണായക വിവരങ്ങൾ ഉൾപ്പെട്ട സിദ്ദിഖാപ്പന്റെ കൂട്ടുപ്രതി ബദറുദ്ദീനിൽ നിന്ന് NIA കണ്ടെത്തിയിരുന്നു. ദില്ലി കലാപത്തിന് ശേഷം 2020 സെപ്റ്റംബറിൽ മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമിയിൽ ചേർന്ന PFI ഹിറ്റ് സ്ക്വാഡ് ലീഡർമാരുടെ യോഗത്തിൽ സിദ്ദിഖാപ്പൻ അവതരിപ്പിച്ചത് ഉത്തരേന്ത്യയിലെ 25 ഹിന്ദു സംഘടനാ നേതാക്കളുടെ പേര് വിവരമുള്ള ഹിറ്റ് ലിസ്റ്റായിരുന്നു. എന്തായാലും ദില്ലി കലാപത്തിലേറ്റ തിരിച്ചടിക്ക് പുറമെ UP-യിൽ CAA വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട 23 മുസ്ലിങ്ങളുടെ ചോരയ്ക്ക് പകരം വീട്ടണമെന്നാണ് സിദ്ദിഖാപ്പൻ രഹസ്യ യോഗത്തിൽ നിർദ്ദേശിച്ചത്. ഈ സിദ്ദിഖാപ്പനെയാണ് ഇസ്ലാമിക മീഡിയകളും ചില തീവ്ര നിലപാട് മാധ്യമ സംഘടനകളും ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു. അദ്ദേഹവും നിഷ്കളങ്കനാണ്. സിദ്ദിഖാപ്പന് കോഴിക്കോടും മലപ്പുറം വയനാട്ടിലും സമാന ചിന്താഗതിക്കാർ സ്വീകരണം നൽകി. ഭീകരവാദ കേസ് നടത്താൻ കോടിക്കണക്കിന് രൂപ ഒഴുക്കി. ഈ നിഷ്കളങ്കരെയാണ് പ്രാർത്ഥിച്ച് രക്ഷപ്പെടുത്തണം എന്ന് ഇമാംസ് കൗൺസിൽ പണ്ടൊരു പോസ്റ്ററിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഇവരെ ഇപ്പോഴും നിഷ്കളങ്കരായി കരുതുന്നവർ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇവർ നിഷ്കളങ്കരാണോ അല്ലയോ എന്നതാണ് ഇനിയും ഉത്തരം കിട്ടാത്ത ചോദ്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.